സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about the laws in chemical combination. In that we have discussed all the laws in detail. Usually our class starts with the doubt clearing section, then comes the class. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്കിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? We will clear the doubts. അപ്പം എന്താണ്, കുറേ പേർക്ക് അങ്ങനെ ഡൗട്ട്സ് കണ്ടിട്ടില്ല. അതിൽ ഒരാളാണ് ഡൗട്ട് ചോദിച്ചത്, ഗേ-ലൂസാക്സ് ലോ ഒന്നുകൂടെ പറയണം എന്നുള്ളത്. എന്തായിരുന്നു? ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം അല്ലെ, ഗ്യാസസിന്റെ വോളിയങ്ങൾ തമ്മിലുള്ള എന്തോ റിലേഷൻ ആണ് ഗേ-ലൂസാക്സ് ലോ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? when gases combine together to form new gases, they will bear a simple ratio between the reactants and products. അതായത് ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവർ തമ്മിൽ, അതായത് ഗ്യാസസ് കമ്പൈൻ ചെയ്യുന്ന ഏതൊക്കെ ഗ്യാസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസസും തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ട്. എന്തിൽ? അവരുടെ വോളിയങ്ങൾ തമ്മിൽ. അതായിരുന്നു ഗേ-ലൂസാക്സ് ലോ പറഞ്ഞത്. അപ്പം അടുത്ത ഡൗട്ട്, ഞാനൊരു എക്സാമ്പിൾ എഴുതി, അതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് റെഡി ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗേ-ലൂസാക്സ് ഞാൻ പറഞ്ഞു തരാം. അത് അവിടെ വന്ന കൺസെപ്റ്റ് എന്താ വെച്ചാൽ വോളിയവും മാസും തമ്മിലുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ കിട്ടിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പം എന്താണ് ഗേ-ലൂസാക്സ് പറഞ്ഞത്? ഈ ഒരു എക്സാമ്പിളാണ് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. അതായത് ഹൈഡ്രജനും, ഞാൻ പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് വാട്ടർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു 1 ml of hydrogen combines with 100 ml of hydrogen combines with 50 ml of oxygen to produce 100 ml water. എന്നിട്ട് ഞാൻ പറഞ്ഞു ദേ ആർ ബെയറിങ് എ റേഷ്യോ ഓഫ് 2:1:1 റേഷ്യോ ആണ് അല്ലേ. അതുതന്നെയായിരുന്നു ഗേ-ലൂസാക്സ് പറഞ്ഞത്. അതായത് രണ്ട് ഗേഷ്യസ് സബ്സ്റ്റൻസസ് ബൈ വോളിയം കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ന്യൂ പ്രൊഡക്റ്റിൻ്റെ വോളിയങ്ങൾ തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചൊരാൾ 100 ml 50 ml we are getting 100 ml. They are not obeying law of conservation. Law of conservation എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്പേസ് ഒക്യുപ്പൈഡ്, എത്ര നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് വോളിയവും മാസും അല്ലെ. അപ്പൊ മാസിൽ എന്താ പറഞ്ഞത്? ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഫോംഡ്. അതായത് there is neither formation nor the destruction of mass during the formation of a substance. ഇതൊക്കെയായിരുന്നു നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ. ഇവിടെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് വോളിയമാണ്. ഞാൻ 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനും എടുത്തപ്പോൾ എനിക്ക് 100 ml വാട്ടർ. അപ്പം നമുക്ക് ഇതൊന്ന് ഇക്വേഷൻ ആക്കി എഴുതി നോക്കെ. H2 + O2 gives H2O. I have to balance the equation. 2H2 + O2 gives 2H2O. ഇനി ഇവരെ മാസ് നമുക്കറിയാം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരാൾക്കൊരു മാസ് ഉണ്ട്, ഓക്സിജൻ ഒരു മാസ് ഉണ്ട് അല്ലേ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4. ഇവിടെയും എത്രയുണ്ട്? 4 ആണല്ലോ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഇവിടെയും എത്ര ഓക്സിജൻ ഉണ്ട്? 2. അപ്പോൾ അവരെ മാസ് മാറുന്നുണ്ടോ? ഇല്ല. അവിടെ പുതിയ ആൾക്കാർ വരുന്നുണ്ടോ? ഇല്ല. ഇത് അവരുടെ വോളിയമാണ്. ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ഇത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്തപ്പം വാട്ടർ കിട്ടി. അതവരെന്താ? വോളിയം അല്ലേ. ഈ മാസ് എന്താ? അവർ എടുക്കണ, അതായത് അവരുടെ ഉള്ളിലെ വെയിറ്റ് ആണ് ഇത്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിവിടെ മാറുന്നുണ്ടോ? ഇല്ല. മാറ്റർ ഇസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ഇവിടെ എത്ര മാറ്റർ ഉണ്ടോ അത്ര തന്നെ പ്രൊഡക്റ്റിലുണ്ട്. ഇവിടെ എത്ര മാറ്റർ ഉണ്ടോ അവിടെ തന്നെ പ്രൊഡക്റ്റിലുണ്ട്. അത് മാറുന്നില്ല. ബട്ട് ഓൺലി ഡിപ്പെൻഡ്, നമ്മൾ എടുക്കുന്ന വോളിയം മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. സോ ഇതാണ് ഗേ-ലൂസാക്സ് ലോവും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ദിസ് ഓൺലി ഇംപ്ലൈസ്, ഗേ-ലൂസാക്സ് എന്താ പറയുക, അത് ഗേഷ്യസ് സബ്സ്റ്റൻസിൻ്റെ വോളിയം വെച്ചിട്ടാണ് പറയുന്നത്. അതായത് അവർ കമ്പൈൻ ചെയ്യുമ്പോൾ, അവർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ വോളിയം മതി. ആ വോളിയങ്ങൾ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഗേഷ്യസ് സബ്സ്റ്റൻസസ് റിയാക്ട് ചെയ്തിട്ട് ഗേഷ്യസ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ദേ വിൽ ബെയർ എ സിമ്പിൾ റേഷ്യോ. അതായിരുന്നു അത്. അപ്പോൾ അതായിരുന്നു ഒരാൾ എന്നോട് ചോദിച്ചിരുന്ന കൺഫ്യൂഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്.
നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുകയാണ്. എന്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഡാൽട്ടന്റെ ആറ്റോമിക് തിയറിയാണ്. ഈ ആറ്റംസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്ന ഒരാളെന്ന് പറയുന്നത് ജോൺ ഡാൽട്ടൺ ആണ്. സോ അതുതന്നെയായിരുന്നു നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയുടെ. അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്, ഭാവിയിൽ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് എനിവേ ആ സമയത്ത് ആ ഒരു സെഞ്ച്വറിയിൽ ഡാൽട്ടൻ്റെ ആറ്റോമിക് തിയറി ആയിരുന്നു ഗ്രേറ്റ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തൊരു തിയറി. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡാൽട്ടൻസ് ആറ്റോമിക് തിയറി. എന്താണ് ഡാൽട്ടൺ? ജോൺ ഡാൽട്ടൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇൻ ഗ്രേഡ് 8 or 9 യു ഹാവ് ലേൺഡ് അബൌട്ട് ജോൺ ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി. ആറ്റങ്ങളെ പറ്റിയിട്ടുള്ളൊരു തിയറിയാണ്, സംതിങ് റിലേറ്റഡ് ടു ആറ്റംസ് അല്ലേ. എന്തൊക്കെയാണ് ഓരോ പോയിന്റ്സ് എന്നൊക്കെ? ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവൈസിബിൾ പാർട്ടിക്കിൾസ് നോൺ ആസ് ആറ്റംസ്. ഡാൽട്ടൺ പറഞ്ഞതാണേ. ഓൾ മാറ്റർ, ലോകത്തെ എല്ലാ മാറ്ററും, മാറ്റർ എന്താ നിങ്ങൾക്കറിയാം, എനിത്തിങ് വിച്ച് ഹസ് മാസ് ആൻഡ് റിക്വയർസ് എ സ്പേസ്. ഓൾ മാറ്റർ ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ ടൈനി ഇൻഡിവൈസിബിൾ. ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇപ്പൊ ഇൻഡിവൈസിബിൾ അല്ല, നമുക്കറിയാം ആറ്റംസ് ആർ ഡിവൈസിബിൾ. സോ അക്കോർഡിംഗ് ടു ജോൺ ഡാൽട്ടൺസ് കോൺസെപ്റ്റ്, ഓൾ മാറ്റർ ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി ഇൻഡിവൈസിബിൾ പാർട്ടിക്കിൾ നോൺ ആസ് ആറ്റംസ്. എന്തൊരു സിമ്പിളാ ഫസ്റ്റത്തെ പോയിന്റ് അല്ലേ. ഈ കാണുന്ന യൂണിവേഴ്സിലെ എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി ആയിട്ടും ഇൻഡിവൈസിബിളുമായിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ്. ഇനിയാണ് ആറ്റത്തിന്റെ ഓരോ പ്രോപ്പർട്ടീസ് പറയാം. For a given element, the atoms are identical in all its properties. ഒരു എലിമെന്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ആറ്റങ്ങൾ, കുറേ ആറ്റങ്ങൾ മിക്സ് ചെയ്തിട്ടല്ല വി ആർ ഗെറ്റിംഗ് എൻ എലിമെന്റ്. അതിലെ എല്ലാ ആറ്റങ്ങൾക്കും സെയിം പ്രോപ്പർട്ടീസ്, സെയിം എല്ലാ പ്രോപ്പർട്ടി, അവരെ ഫിസിക്കൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ എല്ലാ പ്രോപ്പർട്ടീസും ഐഡന്റിക്കൽ ആയിരിക്കും. ഫോർ എ ഗിവൺ എലിമെന്റ് all the property, the atoms, different atoms അല്ല, കുറേ ആറ്റംസ് ഉണ്ട്. ആറ്റംസ് ഹാവ് സെയിം ഓർ ഐഡന്റിക്കൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്. ഇപ്പം ഞാനൊരു അയേൺ എടുത്തു, ഞാൻ വേറെ ഒരു അയേൺ എടുത്തു, രണ്ടുപേരുടെയും ആറ്റം എടുത്തു. ആ രണ്ട് അയേണിൻ്റെ ആറ്റത്തിനും അയേണിൻ്റെ ആ ഒരു ആറ്റത്തിന് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടല്ലേ. ഈ ബ്ലോക്കിൽ അയേണിൻ്റെ ആറ്റവും ഈ ബ്ലോക്കിൽ അയേണിൻ്റെ ആറ്റവും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവില്ല. ഇതിലുള്ള എന്ത് പ്രോപ്പർട്ടിക്കാണ് അതിനും ഇതുണ്ടാവും. ഇതിന് എന്തൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാവും, ഇതാണ്. അതായത് ഒരു എലിമെൻറ്റിൻ്റെ അതിൻ്റെ ആറ്റങ്ങൾക്ക് എല്ലാവർക്കും സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ സെയിം എലിമെൻ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെയിം എലിമെൻറ്റിന് അല്ലേ. അപ്പോൾ ഇനി എന്തായിരിക്കും? ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്. The atoms present in different elements have different properties. Simple alle. Atoms present in different elements have different property. ഞാൻ അയേൺ എടുക്കുകയാണ്, ഇവിടെ സിൽവർ എടുക്കുകയാണ്. അയേണിൻ്റെ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആണോ സിൽവറിൻ്റെ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി? അല്ല. അയേണിൻ്റെ ആറ്റത്തിന് അയേണിൻ്റെതായ കുറേ ക്യാരക്ടറിസ്റ്റിക്സ്, സിൽവറിൻ്റെ ആറ്റത്തിന് സിൽവറിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്. ഇനി കാർബൺ എടുത്തോ, കാർബണിൻ്റെതായ പ്രോപ്പർട്ടി, അത് അയേണിലും അല്ല സിൽവറിലും അല്ല. സോ ഡിഫറെൻറ്റ് എലിമെൻറ്റ്, ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. അതുവരെ ക്ലിയർ ആണോ? ഇനി അപ്പോൾ ഡിഫറെൻറ്റ് എലിമെൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, എലിമെൻസിലെ ആറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഫോർത്ത് പോയിന്റ്, ഹൗ ദി കോമ്പൗണ്ട്സ് ആർ ഫോം. നമ്മൾ പഠിച്ചത് തന്നെയാണ്. Elements combined in a definite proportion to form compounds. Elements combines in a definite proportion to form compounds. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് H2O ഉണ്ടാക്കണമെങ്കിൽ 2 ഹൈഡ്രജനും ഓക്സിജനും ഡെഫിനിറ്റ് ആയിരിക്കണം. H2O2 ആയി പോയി അത് എന്തായി? കോമ്പൗണ്ടേ മാറി. ഇറ്റ് ഇസ് hydrogen peroxide. So elements combines in a definite proportion to form compounds. Proportion maria, compound mari. The last point which we discussed was that chemical reactions are reorganization of the element. Chemical reactions are reorganization of the element during which matter is neither created or atoms are neither created nor destroyed. Atoms are neither created nor destroyed. ഇപ്പം ഞാൻ നേരത്തെ എഴുതി H2 plus O2 gives H2O. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, എന്നിട്ട് അവരെന്താ ഫോം ചെയ്യുന്നത്? വാട്ടർ. ഇവിടെ എന്താ നടക്കുന്നത്? അക്കോർഡിംഗ് ടു ഡാൽട്ടൺ,
Chemical reactions are taking place, just the reorganization. എല്ലാവരും ഒന്ന് ഓർഗനൈസ് ചെയ്ത് പലതരത്തിലൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഫോം ചെയ്യുന്നത്, റിയാക്ഷൻ ഉണ്ടാവുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, മാറ്റർ ഈസ് നൈദർ, അതായത് ആറ്റംസ് ആർ നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ക്രൈബ്ഡ്. ഇതിൽ ഹൈഡ്രജന്റെ ആറ്റം ആണ്, ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജന്റെ ആറ്റം ഓക്സിജൻ ഉണ്ടാവും. ബട്ട് ദർ ഇസ് നോ അതർ ആറ്റം, പുറത്തുനിന്ന് ഒരു ആറ്റവും വരുന്നില്ല, ഇതിലൊരു ആറ്റം ഒട്ടും നശിച്ചു പോകുന്നുമില്ല. ഇത്രയുമാണ് ഡാൽട്ടന്റെ പോയിന്റ്സ്. വാട്ട് വാസ് ഡാൽട്ടൻസ് ആറ്റോമിക് തിയറി? Dalton was first to propose a concept or theory based on atoms. According to him, all the matter in this universe is made up of in tiny indivisible particle counts. Atoms of the same elements have same physical and chemical properties. Atoms of different elements have different properties, and the elements combine together to form compounds in a definite proportion. And the last point is this chemical reaction take place by the reorganization of the element, and matter is neither, atoms are neither created nor be destroyed. ഇത്രയും കാര്യമാണ് ഡാൽട്ടൻ്റെ ആറ്റോമിക് തിയറി പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താ? ഇനി അടുത്ത് നമ്മൾ എന്താ, ആറ്റം എന്താ, മോളിക്യൂൾ എന്താ, ഇത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പഠിക്കുന്നതാണ്. നമ്മൾ അതിലും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കും. നമുക്ക് ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ലെസൺ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് ആറ്റം? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലിമെന്റ് വിച്ച് ഹാസ് an independent, which may or may not have an independent existence. അതായത് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റിന്റെ ഏറ്റവും ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. ഏറ്റവും ടൈനി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതിന് അത്രയും സ്മോൾ ആയിട്ടുള്ളൊരു പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. പിന്നെ അതിന് ചില ആറ്റത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, സം കനോട്ട്. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓക്സിജൻ ആറ്റത്തിന് ഭൂമിയിൽ ഓ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഓൾവേസ് കമ്പൈൻ വിത്ത് എനദർ ഓക്സിജൻ ടു ഫോം ഓക്സിജൻ മോളിക്യൂൾ. ഇപ്പൊ കോപ്പർ എന്ന് പറഞ്ഞ ആൾക്ക് കോപ്പർ ആയിട്ട് നിൽക്കാം, ബിക്കോസ് ഇറ്റ് ക്യാൻ, ആ കോപ്പറിന്റെ ആറ്റത്തിന് വേറെ ആരും കമ്പൈൻ ചെയ്യണം എന്നൊന്നുമില്ല. ഇറ്റ് ഹാവ് ദിസ് സ്റ്റെബിലിറ്റി ടു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമം ഡെഫിനിഷനാണ് പറഞ്ഞാൽ. വി വിൽ ഗോ ഇൻ ഡീറ്റെയിൽ വിത്ത് നെക്സ്റ്റ് ലെസൺ. ആറ്റോമിക് സ്ട്രക്ചർ പറയുമ്പോൾ നന്നായി പറഞ്ഞു തരുന്നുണ്ട്. സോ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലിമെന്റ് വിച്ച് മേ ഓർ മേ നോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. അതാണ് ആറ്റം. അപ്പം എന്താണ് മോളിക്യൂൾ എന്ന് പറയുന്നത്? മോളിക്യൂളും ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ സിമ്പിളാക്കി. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ആറ്റം മോളിക്യൂളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി മോളിക്യൂൾ ഒന്നുകൂടെ കുറച്ചൊന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് അല്ലേ, ഒരു സബ്സ്റ്റൻസ് തന്നെ 2 or more എലിമെന്റ്സ് കമ്പൈൻ ചെയ്ത് എന്തോ ആവട്ടെ, കോമ്പൗണ്ട് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. സോ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, അതിനൊരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. H2O വാട്ടറിൻ്റെ മോളിക്യൂളാണ്. അതായത് വാട്ടർ എന്ന് പറഞ്ഞ കുറേ ഒരു സബ്സ്റ്റൻസിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ വാട്ടറിൻ്റെ മോളിക്യൂൾ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ എന്താണ്? മോളിക്യൂളുകളാണ്. അപ്പോൾ ഈ മോളിക്യൂൾസ് can again be classified into homoatomic and heteroatomic അല്ലേ. ഹോമോആറ്റോമിക് എന്നും ഹെട്രോ ആറ്റോമിക് ആയിട്ട് ഈ മോളിക്യൂളിനെ ക്ലാസിഫൈ ചെയ്യും. ഇവിടെ നോക്കൂ, H2 എന്ന് പറഞ്ഞ മോളിക്യൂളിൽ ഏതൊക്കെ ആറ്റംസ് ആണ്? 2 ഹൈഡ്രജൻ ആറ്റം. O2 എന്ന് പറഞ്ഞതിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? 2 ഓക്സിജൻ. ഹോമോ ഒരുപോലത്തെ, ഹോമോ ആറ്റോമിക്. ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ്. H2O ഇതിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ഹെട്രോ. ഹൈഡ്രജൻ മാത്രമല്ല, അതിൻ്റെ കൂടെ ഓക്സിജനും വരുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ. ഇനി NH3 അമോണിയ, ഇറ്റ്സ് എ ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഇറ്റ് ഇസ് എ ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ ആറ്റം എന്താ? മോളിക്യൂൾ ഏറ്റവും മിനിമത്തിൽ ഡെഫിനിഷൻ പറഞ്ഞു തന്നു. ഹോമോ ആറ്റോമിക് ഉണ്ട്, ഹെട്രോ ആറ്റോമിക് ഉണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ഒരു ഡാൽട്ടൻ്റെ തിയറി കഴിഞ്ഞ് പറയാനുള്ളത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLCയിൽ, അത്രയും SSLC ആയിക്കോട്ടെ, CBSE സ്റ്റുഡൻസ് ആയിക്കോട്ടെ, യു ഹാവ് ലേൺ ദിസ് കോൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ. എന്താണെന്നറിയോ? എന്താണ് അറ്റോമിക് മാസ് എന്നുള്ളത്, എന്താണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്നുള്ളത്, എന്താണ് മോളിക്യുലാർ മാസ് എന്നുള്ളത്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയാം, അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു,
പ്രശ്നമില്ല. ഐ ഹാവ് ഓൾറെഡി ഡൺ എ ഗുഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ കോൺസെപ്റ്റ് മനസ്സിലാവുന്ന ഒരു വീഡിയോ ഞാൻ SSLC സ്റ്റുഡൻസിന് എൻ്റെ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് തരാം, പ്ലസ് ഞാൻ ആ വീഡിയോ ഒന്ന് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ആ വീഡിയോൻ്റെ പോർഷൻസ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. കാരണം ഞാൻ വീണ്ടും അത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ അത്ര നന്നായിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ബട്ട് ഐ വിൽ ട്രൈ ടു ആഡ് ദാറ്റ് വീഡിയോ. നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ അത് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കും, അത് കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പം എന്താ പ്രശ്നം വരും വെച്ചാൽ അത് ഞാൻ കുറേ മുന്നേ ചെയ്ത വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാരിറ്റി, കുറച്ച് സൗണ്ടിൻ്റെ പ്രോബ്ലം വരും. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഓഡിയബിൾ ആണ്, കുഴപ്പമില്ല. ബട്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ക്ലാരിറ്റി ഒന്നും ആ വീഡിയോക്ക് ഉണ്ടാവില്ല, എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോയിലുള്ളതാണത്. അപ്പോൾ എനിവേ ഐ വിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ദാറ്റ്. പിന്നെയും ഞാനത് റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് തോന്നില്ല അത്ര നന്നായിട്ട് അത് പറയാൻ പറ്റും, കാരണം അതിൽ ഞാൻ എവറി പോയിന്റ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എലോങ് വിത്ത് ദാറ്റ് ഐ വിൽ ഗിവ് ദാറ്റ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പം അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതിൽ ക്ലാരിറ്റി ഇല്ല, ഞാനിങ്ങനെ കട്ട് ഷോട്ട് ചെയ്തപ്പോൾ ക്ലാരിറ്റി ഇല്ല എന്ന് ഫീൽ ആണ്, യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ അപ്പോൾ അതിൽ ഏതൊക്കെ കോൺസെപ്റ്റ് ഞാൻ പറയുന്നു വെച്ചാൽ അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ്, മോളിക്യുലർ മാസ്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇനി അതിൽ നമ്മൾ എന്താണ് അറ്റോമിക് മാസ്. അപ്പൊ എന്താണ് അറ്റോമിക് മാസ് അല്ലെ? നമുക്കറിയാം ഒരു എലിമെന്റ് അല്ലെ, ഒരു എലിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? ആറ്റം. ആറ്റത്തിൽ നിങ്ങൾക്കറിയാം പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പം ഒരു എലിമെന്റിനെ എലിമെന്റ് ആക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു പേരുണ്ടാക്കുന്നത് അതിലെ പ്രോട്ടോൺ ആണ്. അതായത് ഇപ്പൊ ഹൈഡ്രജൻ, ഞാൻ പറയാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു എലിമെന്റ്, ആ ഹൈഡ്രജന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതിലുള്ള പ്രോട്ടോണിന്റെ നമ്പർ ആണ്. ഹൈഡ്രജനിൽ വൺ പ്രോട്ടോൺ ഉള്ള ആള് എപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കും. അതായത് അതാണ് ഹൈഡ്രജന്റെ ഐഡന്റിറ്റി. പ്രോട്ടോണിന്റെ നമ്പർ ആണ് ഒരു എലിമെന്റിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് പറയാം നൈട്രജൻ 7 പ്രോട്ടോൺ ഉള്ള ഒരു എലിമെന്റ് ആണ് എന്ത്? നൈട്രജൻ. അതാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ എന്റെ ഫിംഗർ പ്രിന്റ് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് എന്റെ ഐഡന്റിറ്റി, അത് ലോകത്ത് വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. അതേപോലെയാണ് ഒരു എലിമെന്റിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടോണിന്റെ നമ്പറാണ്. ആ പ്രോട്ടോണിന്റെ നമ്പറാണ് അതിന് എന്താക്കുന്നത്, അത് നൈട്രജൻ ആക്കുന്നത്, അല്ല ഹൈഡ്രജൻ ആക്കുന്നത്, അല്ലെങ്കിൽ ഏത് എലിമെന്റും അതിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോട്ടോണിന്റെ നമ്പറാണ്. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് എന്താണ്? ആറ്റോമിക് മാസ് അല്ലെ. അപ്പൊ ഒരു ആറ്റത്തിൽ നമ്മൾ പറഞ്ഞു പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനൊരു മാസ് ഉണ്ടാവും അല്ലെ, അതിനൊരു വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ. അതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ വെയിറ്റ് അങ്ങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ഒരു വെയിറ്റ് ആണ് ഒരു ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ there are different techniques by which we can determine the mass of an atom. ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ പല ടെക്നിക്സ് ഉണ്ട്, സ്പെക്ട്രോമീറ്റർ, അങ്ങനെ കുറെ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ആറ്റത്തിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് ആക്ച്വൽ മാസ് ഓഫ് എൻ ആറ്റം കണ്ടുപിടിക്കുമ്പോൾ പ്രോബ്ലം എന്ത് പറ്റുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. നമുക്കറിയാം ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഈ ന്യൂട്രോണിന്റെ ഒക്കെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച്. അപ്പൊ ചിലതിനൊക്കെ വളരെ ഫ്രാക്ഷണൽ വാല്യൂ വരും, അല്ലെങ്കിൽ അത്രയും കുറച്ച് ചെറിയ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു വാല്യൂ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേഷന് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കുഞ്ഞു വാല്യൂ ഒക്കെ വരും 0.000, അതൊക്കെ ഒരു കാൽക്കുലേഷനിൽ യൂസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവര് വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തു. ഇപ്പൊ നമുക്ക് എന്നെ പറയാൻ പറ്റും, നമുക്കിപ്പം ഒരു എക്സാം നടത്തി, ഒരു ആൻസർ പേപ്പർ കിട്ടി, 50ലാണ് മാർക്ക് കിട്ടിയത്. അതായത് ടോട്ടൽ മാർക്ക് വാസ് ഇൻ 50. അപ്പൊ നമുക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു 20 ആണെന്ന് വിചാരിക്കുക. വളരെ ലോ മാർക്കായി പോയി ആ എക്സാമിന്. അപ്പൊ നമ്മൾ ഇനിയിപ്പം വിചാരിക്കുക എല്ലാവരും പഠിക്കേണ്ട കുട്ടികൾ തന്നെയാണ്, ആരും പഠിക്കാത്തവരല്ല. ഇനി അബദ്ധവശം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയും ഒരു കുറച്ച് നന്നായി പഠിക്കുന്ന ഒരാൾ, നമ്മളും പഠിക്കുവേ, എന്നാലും ഒരു പൊടിക്ക് പഠിക്കുന്ന ആൾക്ക് ആ ഒരു എക്സാമിന് 30 മാർക്കേ കിട്ടിയുള്ളൂ വിചാരിക്കുക ഔട്ട് ഓഫ് 50. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ആൻസർ മാർക്ക് പറയാം? എനിക്ക് ആ കുട്ടിയേക്കാൾ, ഇപ്പൊ ഈ കുട്ടിയുടെ പേര് എ ആണെന്ന് വിചാരിക്കും, എനേക്കാൾ ഒരു 10 മാർക്കേ കുറവുള്ളൂ,
നമ്മൾ വീട്ടിൽ മാർക്ക് പറയാം എനിക്ക് 50-ൽ 20 കിട്ടിയെന്നല്ല, അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അടി കിട്ടും, കാരണം അത്രയും കുറവ് മാർക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും, ഒന്നുകൂടെ മാറ്റി പറയും, ആ എന്ന് പറഞ്ഞ കുട്ടീനെക്കാട്ടി എനിക്ക് വെറും 10 മാർക്കേ കുറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, വി ആർ കമ്പയറിങ്. അപ്പൊ നമ്മുടെ ആ വാല്യൂക്ക് 50-ന് 20 എന്ന് പറയുമ്പോൾ 30 മാർക്ക് അവിടെ കുറവ്, ആ ഒരു വലിയൊരു കുറവ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ എന്താ, നമുക്കത് അത്ര ഒരു വലിയ വാല്യൂ ആയിട്ട് തോന്നില്ല. എന്താ, ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ചിലപ്പോൾ പഠിച്ചിട്ട് തീരെ അങ്ങ് എത്താത്തവരുണ്ട്, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു 2 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വെറുതെ വിചാരിക്കാം. അങ്ങനെ ആരുമില്ല, വെറുതെ വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് പറയും, എനിക്ക് 18 മാർക്ക് കൂടുതൽ ആ കുട്ടിയെക്കാളും കിട്ടിയത്. അപ്പോഴും വീട്ടിലുള്ളവർ ഔട്ട് ഓഫ് നമ്മൾ എത്രയെന്ന് പറയുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ആറ്റത്തിന്റെ മാസ്, അതായത് ആറ്റത്തിന്റെ മാസ് പറയാൻ വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ആ നെഗ്ലിജിബിലിറ്റി നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് instead of representing the actual mass, we are considering the relative mass. നമ്മൾ ആക്ച്വൽ മാസ് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ കാൽക്കുലേഷനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റിലേറ്റീവ് മാസ്. അതായത് നമ്മൾ ഒരാളെ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആറ്റത്തിന്റെ മാസ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ആക്ച്വൽ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വളരെ ചെറുതും അത് കാൽക്കുലേഷൻ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുമായതുകൊണ്ടും വി ആർ യൂസിങ് റിലേറ്റീവ് മാസ്. നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു അല്ലെ, എങ്ങനെ മാർക്കൊക്കെ എങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത്, അതേപോലെ തന്നെ റിലേറ്റീവ് മാസ് ആണ്. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒരാൾ വേണം അല്ലെ. അപ്പൊ സയന്റിസ്റ്റുകൾ ആദ്യം വിചാരിച്ചു, ഈ കെമിസ്റ്റുകളൊക്കെ പറഞ്ഞു നമുക്ക് ഹൈഡ്രജനെ യൂസ് ചെയ്താലോ എന്ന് ആദ്യം വിചാരിച്ചു. അപ്പം പിന്നെ അവർ കുറച്ച് വിചാരിച്ചു ഓക്സിജൻ അല്ലേ ഏറ്റവും എബണ്ടന്റ് ആയിട്ടുള്ള എലിമെന്റ്, നമുക്ക് ഓക്സിജനെ വെച്ചിട്ട് അതിന്റെ മാസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോരെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതിൽ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നു. കാരണം ചില വാല്യൂ നോക്കുമ്പോൾ അവിടെ കുറച്ച് വ്യത്യാസം, ചിലതിന് നോക്കുമ്പോൾ കുറച്ച് പ്രോബ്ലം. അപ്പം അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കത് ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു എലിമെന്റിനെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അവർ പലതിലും ചെയ്തു നോക്കി, ഹൈഡ്രജൻ അല്ലേ അതിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 അല്ലേ, അപ്പൊ അതല്ലേ എളുപ്പം. പക്ഷെ ഹൈഡ്രജന്റെ ആക്ച്വൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1-നേക്കാളും കുറച്ച് കൂടുതലാണ്, 1.00 ഒക്കെ വരും. അപ്പൊ ആ ഒരു വേരിയേഷൻ വന്നപ്പോൾ ഹൈഡ്രജന് വേണ്ടാന്ന് വിചാരിച്ചു. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിമെന്റ് പല അതായത് ഈ ഓക്സിജന്റെ ഡിഫറെന്റ് ഐസോട്ടോപ്പ് നേച്ചറിലുണ്ട്. അപ്പൊ അതിൽ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഓക്സിജനും വേണ്ട, ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ റെഫറൻസിന് യൂസ് ചെയ്യണ്ട. അപ്പൊ അതിലും ബെറ്റർ ആയിട്ട് അവര് കണ്ടത് കാർബൺ 12 ഐസോട്ടോപ്പാണ്. കാർബണിന് പല ഐസോട്ടോപ്സ് ഉണ്ട്, കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. അപ്പൊ അതിൽ ബെസ്റ്റ് ആയിട്ട് അവർ കണ്ടത് കാർബൺ 12 എന്ന് പറഞ്ഞ ഒരു എലിമെന്റ്. ആ കാർബൺ 12 അതായത് കാർബൺ 12 എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് പറ്റുന്ന ആളെന്ന് അവർ കണ്ടു, കാർബൺ 12 എന്ന് പറഞ്ഞ. അപ്പം പലതും തീരുമാനിച്ച് ഫൈനലി അവർ തീരുമാനിച്ചു കാർബൺ എന്ന് പറഞ്ഞൊരു എലിമെന്റ് അതാണ് ബെസ്റ്റ്. അതായത് കാർബണിന്റെ തന്നെ കാർബൺ 12 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പാണ് ഈ റെഫറൻസിന് പറ്റിയൊരു ആള് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവർ വിചാരിച്ചു ഓക്കെ, കാർബണിന് ഡിഫറെന്റ് ഐസോട്ടോപ്സ് ഉണ്ട്, കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവരെ എക്സ്പെരിമെന്റ്സിനും ഈ റിലേറ്റ് ചെയ്യുമ്പോഴും വാല്യൂക്കൊക്കെ ഒരു കൃത്യം കണക്ക് വന്നത് ഈ കാർബൺ 12 വെച്ചപ്പോഴാണ്. സോ ദേ കൺസിഡേർഡ് കാർബൺ 12 ആസ് എ റെഫറൻസ്. കാർബൺ 12 ആണ് എന്തായിട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോ ഒരു പഠിപ്പിസ്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് പറയാം. അതേപോലെ ഇവർ ആരെ വെച്ചിട്ടാണ് എല്ലാ എലിമെന്റ്സിന്റെയും വെയിറ്റ് പറയാൻ യൂസ് ചെയ്തത്, കാർബൺ 12. അപ്പൊ എങ്ങനെയാണ് ഈ റിലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the atomic mass of an element is compared with the 1/12th the mass of the carbon 12 isotope. അതായത് കാർബൺ 12 ഒരു വെയിറ്റ് ഉണ്ടാവും അല്ലെ, അതിന്റെ ആ മാസിന്റെ 1/12 വെച്ചിട്ടാണ് ഏതൊരു ആറ്റത്തിന്റെയും വെയിറ്റ് കൺസിഡർ ചെയ്തത്. അതായത് ഇപ്പൊ കാർബണിന് ഇപ്പം വെറുതെ വിചാരിക്കുക 24 ആണെങ്കിൽ അതിന്റെ 1/12 ആ 1/12 ഉണ്ടല്ലോ, ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് എല്ലാ എലിമെന്റ്സിന്റെയും എന്ത് കണ്ടുപിടിച്ചത്, ആറ്റോമിക് വെയിറ്റ് റെഫർ ചെയ്തത്. അപ്പൊ 1/12 കാർബണിന്റെ 1/12, അതായത് കാർബൺ ഒരു വലിയൊരു എന്താ വിചാരിക്കുക, ഒരു വലിയൊരു ബോളാന്ന് വിചാരിക്കുക. അതിന് ആ ബോളിനൊരു
ടോട്ടൽ വെയിറ്റ് ഉണ്ടാവും അല്ലെ, ആ ബോളിനൊരു ടോട്ടൽ വെയിറ്റ് ഉണ്ടാവും. ആ ബോളിനെ നമ്മൾ 12 കഷ്ണാക്കി കട്ട് ചെയ്ത് അതിൽ ഒരു പീസിന്റെ വെയിറ്റ്, ആ 12th ഒരു 12 പീസിൽ അതിൽ ഒരു പീസിന്റെ വെയിറ്റും നമ്മൾ ത്രാസ് വെച്ചൊക്കെ വെയിറ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക, ഇതിനേക്കാളും ഇത് എത്ര, അതേപോലെ ഈ 1/12 എടുക്കും. 1/12 എടുക്കുന്നുള്ളൂ, അതായത് കാർബൺ 12 ഒട്ടാകെ എടുക്കുന്നില്ല, അതിൽ ഒരു ഭാഗം എടുത്തിട്ട് അതിന്റെ വെയിറ്റും നമ്മുടെ കയ്യിലുള്ള ആറ്റത്തിന്റെ വെയിറ്റും തമ്മിൽ കമ്പയർ ചെയ്യും. ഇതിനേക്കാൾ ഇത് എത്ര കൂടുതൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇത് എത്ര കുറവ്, അതിനെ ബേസ് ചെയ്തിട്ട് ഹൗ മെനി ടൈംസ്, എത്ര ടൈംസ് ഇത് ഇതിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഇത് എത്രേക്കാളും ടൈംസ് ഇതിനേക്കാളും ഇതിന് വെയിറ്റ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിലേറ്റീവ് മാസ് കണ്ടുപിടിക്കുന്നത്. സോ വാട്ട് ഈസ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the atomic mass of an element is expressed by considering the 1/12 mass of an atom of carbon 12 isotope as one unit. This mass is termed as unified mass or atomic mass unit. ഈ ഒരു മാസിന് നമ്മൾ യൂണിഫൈഡ് മാസ്, അതാണ് നമ്മുടെ യൂണിഫൈഡ് ആയിട്ടുള്ളൊരു മാസ്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും യു എന്ന്. നമ്മളിപ്പോൾ ഗ്രാം, മില്ലിഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അറ്റോമിക് മാസിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് യു ആണ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും കാണാം, AMU എന്ന് പറഞ്ഞാലും എന്താ, അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. കാര്യം മനസ്സിലായോ? എന്താണ് റിലേറ്റീവ്, എന്തിനാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വരണം. കാരണം ആറ്റത്തിന്റെ മാസൊക്കെ വളരെ കുഞ്ഞാണ്. ആ കുഞ്ഞ് മാസ് എടുത്ത് നമുക്ക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയേഴ്സിനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു. അതായത് നമ്മൾ ഒരാളെ വെച്ചിട്ട് റിലേറ്റ് ചെയ്യുക. ആരാണ് ആ ഒരാള്? കാർബൺ 12. കാർബൺ 12ന്റെ ഫുൾ മാസ് ആണോ? അല്ല. We consider the 1/12 the mass of the carbon 12 atom. കാർബൺ 12 ഐസോട്ടോപ്പിന്റെ മാസിന്റെ 1/12 മാസേ നമ്മൾ നോക്കുന്നുള്ളൂ. ആ മാസും നമ്മുടെ ആറ്റത്തിന്റെ മാസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനൊരു യൂണിറ്റ് ഉണ്ട്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് യു എന്നാണ്, അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുക. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് കാണാം 1U is equal to 1/12 into mass of carbon 12 atom ആണ്. അപ്പോൾ 1U എന്ന് പറയുന്നത് കിലോഗ്രാമിലേക്കുള്ള വാല്യൂ നോക്കൂ, 1.66 into 0.6 into 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പം ഇതൊക്കെയാണ് അതിൽ ടേബിൾ കാണാം. ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാം എലിമെന്റ്സ്, അതിന്റെ ആറ്റോമിക് മാസും പിന്നെ ആറ്റോമിക് മാസ് കൺസിഡേർഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് 3 കോളം കാണാം. അതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഓരോ എലിമെന്റ്സിനും ഡിഫറെന്റ് ഐസോട്ടോപ്പ് ഉണ്ട്. അവരുടെ അബണ്ടൻസും അവരുടെ മാസൊക്കെ കൂടെ അതിന്റെ ഒരു ആവറേജ് എടുത്തപ്പോൾ നമുക്കൊരു ഫ്രാക്ഷണൽ വാല്യൂ കിട്ടും. 1.0079, 4.0026 ഇതൊക്കെയായിരുന്നു അതിന്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഫ്രാക്ഷണൽ വാല്യൂ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിനെ ഹോൾ നമ്പർ ആക്കിയിട്ട് 1, 4, 12 നിങ്ങൾ കാണാം. കാർബൺ ഹൈഡ്രജന്റെ 1 ആണ്, ഹീലിയത്തിന്റെ 4 ആണ്, കാർബണിന്റെ 12 ആണ്, നൈട്രജൻ, അങ്ങനെ ഓരോരുത്തരുടെ ആറ്റോമിക് മാസ് നമ്മുടെ കാൽക്കുലേഷന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ഹോൾ നമ്പർ ആക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആറ്റോമിക് മാസ് ആൻഡ് റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന് പറയാനുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാം ആറ്റോമിക് മാസ്. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ദാറ്റ് ഇസ് gram atomic mass. ഇതിനെ നമ്മൾ പറയും GAM, ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഷോർട്ട് ഫോം ചെയ്ത ഗ്രാം ആറ്റോമിക് മാസ്. അപ്പൊ ഇനി വിചാരിക്കും ഇതെന്തോ വലിയ സംഭവമാണ്. ഇപ്പൊ നമുക്ക് ആറ്റോമിക് മാസ് കിട്ടിയല്ലോ അല്ലെ. ഹൈഡ്രജൻ ആറ്റോമിക് മാസ് എത്രയായിരുന്നു? 1. കാർബൺ 12, ഓക്സിജൻ 16, നൈട്രജൻ 40. ഇങ്ങനെയുള്ള കുറച്ച് എലിമെന്റ്സ് ഉണ്ട്. ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് അറിയേണ്ട കുറച്ച് എലിമെന്റ്സ് ആണ്. +1 ആയാലും +2 ആയാലും നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ തരും, പക്ഷെ അറിഞ്ഞിരുന്നാൽ നല്ലത്. അപ്പൊ ഇതാണ് സം ഓഫ് ദ എലിമെന്റ്സ് വിത്ത് ആറ്റോമിക് മാസ്. നമ്മൾ റിലേറ്റീവ് ആറ്റോമിക് മാസ് കണ്ടുപിടിച്ചിട്ട് നമുക്കറിയാം റിലേറ്റീവ് ആറ്റോമിക് മാസ് പ്രകാരം ഇവരെ യൂണിറ്റ് എന്ന് പറയുന്നത് യു ആണ്. ആറ്റോമിക് മാസ് യൂണിറ്റ് അത് റെപ്രസെന്റ് ചെയ്യുക യു ആണ്. എന്താണ് ഈ ഗ്രാം ആറ്റോമിക് മാസ്? ഒന്നുമില്ല, ദ റിലേറ്റീവ് ആറ്റോമിക് മാസ് represented or expressed in gram
അതായത് റിലേറ്റീവ് ആറ്റോമിക് മാസിനെ നമ്മൾ വെറുതെ ഗ്രാമിലേക്ക് എക്സ്പ്രസ് ചെയ്ത് എളുപ്പത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് എൻ എലിമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഇസ് നോൺ ആസ് ഗ്രാം ആറ്റോമിക് മാസ്. കണ്ടോ, ആറ്റോമിക് മാസിനെ ഗ്രാമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM. കാര്യം മനസ്സിലായോ? മനസ്സിലാവുന്നില്ലേ? അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ പറയും ഹൈഡ്രജന്റെ ആറ്റോമിക് റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ആറ്റോമിക് മാസ് ഇസ് 1U. വാട്ട് ഇസ് ദ ഗ്രാം ആറ്റോമിക് മാസ്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? ആറ്റോമിക് മാസ് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഇസ് ഗ്രാം ആറ്റോമിക് മാസ്. കണ്ടോ, ഇതാണ് 1 ഗ്രാം ആറ്റോമിക് 1G എന്ന് എഴുതണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിക്കും 1 ഗ്രാം ആറ്റോമിക് മാസ് ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 1G. അപ്പം ഇതെന്താണ്? ഇത് എത്ര ഗ്രാം ആറ്റോമിക് മാസ്? ദാറ്റ് ഇസ് ആറ്റോമിക് മാസ് യൂണിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. 12 ഗ്രാം ഇസ് കോൾഡ് എന്താണ്? 1 ഗ്രാം ആറ്റോമിക് മാസ്. വീണ്ടും ഓക്സിജൻ, ദ ആറ്റോമിക് മാസ് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഇസ് കോൾഡ് ആസ് gram atomic mass. Nitrogen which is expressed in gram is known as gram atomic mass. മനസ്സിലായോ? അപ്പൊ എന്താ GAM? ഒന്നുമില്ല, the atomic mass expressed in gram. ഇവിടെ ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഹൈഡ്രജന്റെ 1U പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 1 ഗ്രാം ആണ്. എത്ര ഗ്രാം ആണ്? 1 ഗ്രാം ആണ്. അപ്പൊ അത് എത്ര GAM ആണ് ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ് ഇസ് 1 ഗ്രാം ആറ്റോമിക് മാസ്. അതെങ്ങനെ 1 GAM ആണ്? നമ്മൾ പറഞ്ഞു ദ ആറ്റോമിക് മാസ് ഓഫ് എൻ എലിമെന്റ് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് ആറ്റോമിക് മാസ് ഇൻ ഗ്രാം. ദ ആറ്റോമിക് മാസ് ഓഫ് എൻ എലിമെന്റ് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് ആറ്റോമിക് മാസ് ഇൻ ഗ്രാം is equal to 1 GAM. അപ്പോൾ 1 GAM ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം ആണ്. അപ്പോൾ 1 GAM കാർബൺ എന്ന് പറഞ്ഞ എത്രയാണ്? 12 ഗ്രാം. 1G ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസ് which is equal to the atomic mass expressed in gram atomic mass. ഈ ഒരു വെയിറ്റിനെയാണ് നമ്മൾ 1 GAM ഓഫ് ദാറ്റ് എലിമെന്റ്. 1 GAM ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം ആണ്. 1 GAM ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം ആണ്. 1 GAM ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 16 ഗ്രാം. 1 GAM is equal to 16 ഗ്രാം. അപ്പോൾ 1 GAM ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 14 ഗ്രാം. അപ്പോൾ 1 GAM ഓഫ് എൻ എലിമെന്റ് എന്ന് പറയുന്നത് ആ എലിമെന്റിന്റെ ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. ഏത് എലിമെന്റ് ആണോ അതിന്റെ ആറ്റോമിക് വെയിറ്റ് ഇൻ ഗ്രാം ആണ്. ഇത് നല്ലോണം മനസ്സിൽ വേണം. എന്താണ് മോളിക്യൂളർ മാസ് എന്നല്ലേ? നമുക്കറിയാം, ചിലപ്പം ഹൈഡ്രജൻ ഒന്നും ഒരിക്കലും ഹൈഡ്രജൻ ആറ്റമായിട്ട് കാണാറില്ല. ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂളായിട്ട് അല്ലെങ്കിൽ നൈട്രജൻ മോളിക്യൂളായിട്ട്. നൈട്രജൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മോളിക്യൂലർ സ്റ്റേറ്റിൽ തന്നെ അത് കാണാറുള്ളൂ. അതിനൊന്നും എലിമെന്റൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പൊ ഇവർക്കൊരു മാസ് ഉണ്ടാവുമല്ലോ, ആറ്റോമിക് മാസ് ഉള്ള പോലെ തന്നെ ഇവർക്ക് എന്താ മോളിക്യൂളിൽ ഒരു മാസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് കോമ്പൗണ്ട്, ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, വാട്ടർ. ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട്സ് ആണ് അല്ലെ? ഇവർക്കും ഒരു മാസ് ഉണ്ടാവുമല്ലോ. അതന്നെയാണ് ഈ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത്. The mass of one molecule of an element or compound. The mass of one molecule of an element or compound. അതായത് ഒരു മോളിക്യൂളിന്റെയോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെയോ മാസിനെയാണ് നമ്മൾ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ U. അതിന്റെയും യൂണിറ്റ് എന്താണ്? U. ആറ്റോമിക് മാസ് യൂണിറ്റിൽ നമ്മൾ U യൂസ് ചെയ്ത പോലെ ഇതിന്റെയും യൂണിറ്റ് എന്താണ്? U ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മോളിക്യൂളിന്റെ മാസ് കാണുക? ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കും. ഹൈഡ്രജൻ മോളിക്യൂളിന്റെ മോളിക്യൂളർ മാസ് നമുക്ക് കാണാം. എന്താ കാണാൻ പോകുന്നത്? മോളിക്യൂലർ മാസ്. അപ്പൊ നമുക്കറിയാം, 2 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1U. അപ്പൊ മറ്റേതിന്റെ 1U. ഹൈഡ്രജൻ മോളിക്യൂളിന്റെ എന്തായിരിക്കും? 1 + 1 =
2u. ഇതാണ് മോളിക്യുലർ മാസ് ഓഫ് ഹൈഡ്രജൻ. നമ്മൾ ആറ്റോമിക് മാസ്, അതായത് ഇതിൽ ഏതൊക്കെ ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, എത്ര എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? മോളിക്യുലർ മാസ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം വേറൊരു മോളിക്യൂൾ. നമുക്കിപ്പം ഓക്സിജൻ മോളിക്യൂളിന്റെ മോളിക്യുലർ മാസ് കാണണം. They have given that the atomic mass of oxygen is 16 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. ഒരു ഓക്സിജൻ 16u. അപ്പം എന്താ 16u plus 16u is equal to 32u is the molecular mass of oxygen. Molecular mass of oxygen. ഇപ്പൊ ഇതൊക്കെ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ഇനി നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ നമ്മൾ കോമ്പൗണ്ട്സിനെ പറയാ. ദാറ്റ് ഈസ് നമുക്ക് CO2 പറയാം. എന്താ? കാർബൺ ഡൈ ഓക്സൈഡ്, CO2 അല്ലെ. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡില് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഇസ് 12 ആൻഡ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഇസ് 60. അപ്പൊ എന്തായി? കാർബൺ എത്രയാണ്? 12 പ്ലസ് ഇവിടെ ഒരൊറ്റ ഓക്സിജൻ ആണോ? അല്ല. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. സോ 2 into 16. മനസ്സിലായോ? 12 പ്ലസ് 2 into 16. നമുക്കറിയാം എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആദ്യം മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഇസ് 12 പ്ലസ് 16 into 2 is 32. ഇനി ഇവരെ രണ്ടാളെ ആഡ് ചെയ്ത് എത്ര വരിക? 44u. ഇതെന്താണ്? മോളിക്യുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാര്യം മനസ്സിലായോ? എത്ര എലിമെന്റ്സ് ഉണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാൻ. ഇനിയിപ്പം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ മോളിക്യുലർ മാസ് ഓഫ് C2H6. ഇത് നിങ്ങൾക്ക് അറിയുന്ന കോമ്പൗണ്ടാ അല്ലെ. ഇതിന്റെ C2H6 പറഞ്ഞാല് ഈഥെയ്ൻ. അപ്പൊ ഇതിന്റെ മോളിക്യുലർ മാസ് കാർബൺ നമുക്കറിയാം അറ്റോമിക് മാസ് ഇസ് 12u, ഹൈഡ്രജൻ ഇസ് 1u. സോ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. സോ 2 into 12 plus 6 into 1 that is equal to 24 plus 6 is equal to 30u. ഇതാണ് ഇവരുടെ മോളിക്യുലർ മാസ്. അപ്പൊ എന്താ മോളിക്യുലർ മാസ്? The molecular mass of any substance can be found out by adding the atomic mass of the each and every element present. എല്ലാ എലിമെന്റ്സിന്റെയും അറ്റോമിക് മാസ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മോളിക്യുലർ മാസ്. സിമ്പിൾ ആണ് മോളിക്യൂളിന്റെ മാസ്. ഇനി നമ്മൾ അറ്റോമിക് മാസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഗ്രാം ആറ്റോമിക് മാസ്. അതേപോലെ തന്നെ ഗ്രാം മോളിക്യുലർ മാസ്. എന്താ പറയുന്നത്? ഗ്രാം മോളിക്യുലർ മാസ്. എന്തായിരിക്കും ഇപ്പോൾ ഗ്രാം മോളിക്യുലർ മാസ്? അറ്റോമിക് മാസ് ഉണ്ടായിരുന്നു, ഗ്രാം ആറ്റോമിക് മാസ്. അതായത് ആറ്റത്തിന്റെ മാസ് എപ്പോഴും അറ്റോമിക് മാസ് യൂണിറ്റിലായിരുന്നു പറയാ, U എന്ന യൂണിറ്റിലാണ് പറയാ. If the atomic mass of an element is expressed in gram, it is called gram atomic mass എന്ന് പറഞ്ഞു. അപ്പോൾ മോളിക്യുലർ മാസ് ഇപ്പൊ എന്തിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? U atomic mass യൂണിറ്റിൽ അല്ലെ. If the molecular mass is expressed in gram, ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. It is called as gram molecular mass. If the molecular mass is expressed in gram, it is called as gram molecular mass. അപ്പോൾ അറ്റോമിക് മാസിന് ഗ്രാമിലേക്ക് വന്നപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് വന്നു. മോളിക്യുലർ മാസിനെ നമ്മൾ ഗ്രാമിലേക്ക് എക്സ്പ്രസ് ചെയ്തതിന്റെ gram molecule. So the molecular mass expressed in gram is called as gram molecular mass. Oxygen molecular mass നമുക്കറിയാം. Oxygen 2 into 16 that is equal to 32u ആയിരുന്നു. If this 32u is expressed in gram, then it is gram molecular mass. ഇതെന്താണ്? gram molecular mass of oxygen. ഇനി നമുക്കറിയേണ്ടത് കാർബൺ. കാർബൺ ഡൈമോണോക്സൈഡ്.
കാർബണിന്റെ നമുക്കറിയാം 12 ആണ്. 12 പ്ലസ് ഓക്സിജൻ 16 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 28 U ആണ്. So the GMM, gram molecular mass of carbon monoxide, is 28 grams. So the atom molecular mass expressed in gram is known as gram molecular mass. അപ്പോൾ ഇതാണ് gram molecular mass. ഇനി ഈ gram molecular massനെ തന്നെ നമ്മൾ പറയും 1 gram molecule എന്നും പറയും. ഇപ്പോൾ 1 gram molecule of carbon monoxide എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരണം it is 28 gram ആണ്. ഇതൊരിക്കലും 1 gram എന്നല്ല. ഇത് the molecular mass expressed in gram എന്നാണ്. അപ്പം 1 gram molecule carbon monoxide എന്ന 28 gram ആണ്. അപ്പം 1 gram atom കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ വരണം അത് ഗ്രാം ആറ്റോമിക് മാസ് ആണ്. അപ്പൊ തന്നെ മനസ്സിൽ വേണം ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ് ഗ്രാം ആറ്റോമിക് മാസ്. അപ്പൊ കാർബണിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആയതുകൊണ്ട് ഇതാണ് 12 gram ആണ് 1 gram ആറ്റം ഓഫ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 1 gram ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ആറ്റം ആണ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 16 gram ആണ്. അപ്പൊ തന്നെ വരാം 1 gram ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാം ആറ്റോമിക് മാസ് ആണ്. ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. അപ്പം ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം 16 U ആയിരുന്നു. അതിന് ഗ്രാമിലേക്ക് മാറ്റിയപ്പം 16 gram ആയി. ഇനി ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാം 1 gram മോളിക്യൂൾ ഓഫ് ഓക്സിജൻ എന്താണ് 1 gram ആറ്റം അല്ല മോളിക്യൂൾ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മോളിക്യൂൾ എന്ന് പറഞ്ഞ ആറ്റം അല്ല 2 ആൾക്കാർ ചേർന്നിട്ടുണ്ട്. അപ്പൊ ഓക്സിജൻ മോളിക്യൂൾ ആണ് O+O ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഓക്സിജൻ മോളിക്യൂളിന്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് 16 + 16 ദാറ്റ് ഇസ് 32 U ആയിരുന്നു. അതിനെ ഗ്രാം മോളിക്യുലാർ മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം GMM കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 32 U. കണ്ടോ ഒരു പറയുന്ന വാക്ക് നമ്മൾ നന്നായി ശ്രദ്ധിച്ചേക്കണം. ദാറ്റ് ഇസ് ഗ്രാം ആറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാണ് ഗ്രാം ആറ്റോമിക് മാസ് ആണ്. ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞെങ്കിൽ ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആറ്റോമിക് മാസ് യുവിലായിരുന്നു അത് 12 U ആണ്. അത് ഗ്രാമിലേക്ക് മാറ്റി 12 gram. ഇനി 1 gram മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് 1 gram മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അത് GMM ആണ് ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. അപ്പൊ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയായിരുന്നു ആഡ് ചെയ്തിട്ടൊക്കെ. അതിനെ നിങ്ങൾക്ക് യുവിലായിരുന്നു കിട്ടി. അതിനെ ഗ്രാമിലേക്ക് മാറ്റിയപ്പം ഗ്രാം മോളിക്കുലാർ മാസ് യു മാറ്റാന്നൊന്നും പറയല്ല. ആ യു മാറ്റി അവിടെ G എഴുതുന്നു അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ ഈ വേർഡ് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 1 GMM അതായത് ഗ്രാം ആറ്റം ഏതൊരു സംഭവത്തിന്റെയും ഗ്രാം ആറ്റോമിക് മാസിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. Avogadro number of atoms will be present in 1 gram atom. അല്ലെ 1 gram atom of any element ഏത് എലിമെന്റിന്റെയും 1 gram ആറ്റത്തിൽ അതായത് 1 GMM of any element ഏത് എലിമെന്റ് ആയിക്കോട്ടെ അതിന്റെ 1 GMM എന്ന് പറയുന്നത് അതിൽ എത്ര ഉണ്ടാവും എവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് 1 GMM of any element അതായത് 1 gram molecular 1 GMM of any element 1 GMM of any element will contain 6.022 into 10⁻23 atoms. മനസ്സിലായല്ലോ? ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് എനി മോളിക്യൂൾ ഏത് മോളിക്യൂളിന്റെയും ഒരു GMM-ല് 6.022 into 10⁻23 അതന്നെ നമ്മൾ പറയുന്നത് 1 GAM gram atomic mass of any element will also contain Avogadro. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രോബ്ലം എങ്ങനെ വന്ന് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരെ നമ്മൾ പറയും. അപ്പം one GMM is equal to അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ മോളിക്യൂൾസ് ഉണ്ടാവും 6.022 into 10⁻23 ആറ്റംസോ പാർട്ടിക്കിൾസോ മോളിക്യൂൾസോ 1 GMM എന്തുണ്ടാവും 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കണം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്നും എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് അതിലെ പ്രോബ്ലം ചെയ്യാൻ.
അപ്പം അതിൻ്റെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മെന്റലി വരെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് മെന്റലായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക് അപ്പം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ദാറ്റ് ഇസ് മോൾ കോൺസെപ്റ്റ്. എന്താണ് മോൾ കൺസെപ്റ്റ് അല്ലേ? പല ആൾക്കാർക്കും ഈവൻ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പോയി എന്നല്ലാതെ എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കത്തില്ല. കുറച്ച് ഫോർമുലാസും പഠിക്കും, എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസും ചെയ്ത് വെക്കും. അതിൻ്റെ ഡെപ്തിൽ നമ്മൾ ചിന്തിക്കില്ല. അതാണ് മെയിൻ തിങ്, എന്തായിരുന്നു എന്താണ് എന്നുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ്സോടെ നമുക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ പാടില്ല. എന്താണ് മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് മോൾ എന്നുള്ളത് അല്ലേ? അപ്പം നമ്മൾ ആദ്യം അത് പറഞ്ഞേക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ അവോഗാഡ്രോ പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 1 ഡസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 1 ഡസൺ എഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് മനസ്സിലായി 12 എഗ്. ഇപ്പൊ ആരെയും പറയാം 1 ഡസൺ എഗ് വേണം. ഇപ്പൊ നമ്മുടെ മനസ്സിൽ 12 എഗ്. 1 പെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അപ്പ വന്നു 2 2 ഉള്ളതായിരുന്നു അല്ലെ? 1 പെയർ എന്ന് 1 ഗ്രോസ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വാല്യൂസിന് നമുക്ക് ഒരു കാര്യമുണ്ട്. 1 ഡസൺ 1 പെയർ, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കുറെ കാര്യം. അപ്പൊ ഇതേപോലെയാണ് നമുക്കിപ്പോ ഇപ്പൊ ഇതൊക്കെ എണ്ണാൻ എളുപ്പമാണ് 12 20 അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ബ്രാസോ അയൺ എന്തൊക്കെ തന്നിട്ട് പറയാം നിങ്ങളോട് ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്, നമുക്ക് അത് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുമോ? 12 എണ്ണം അല്ലെങ്കിൽ 32 എണ്ണം അല്ല. ഇറ്റ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്. അതിൽ കുറേ ആറ്റംസ് ഉണ്ടാവും. അപ്പൊ അതിനെ എണ്ണി പറയുന്നതിന് പകരം അതിനെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മോൾ. അതിന് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത് പറയാ മോൾ. ആ മോളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അവോഗാഡ്രോ നമ്പർ നമുക്കറിയാം. അവോഗാഡ്രോന്റെ റെപ്രസെന്റേഷൻ എന്താണ്? അവോഗാഡ്രോ നമ്പർ 6.022 into 10 raised to 23. അപ്പൊ എന്താണ് മോൾ എന്നുള്ളത് പറയാൻ പറ്റും. ഇഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ Avogadro number of particles, then that substance we can call it as 1 mole substance. അതിനെന്ത് പറയാൻ പറ്റും? 1 mole. അപ്പോൾ ഒരു ബാഗിൽ ഇപ്പൊ 6.022 into 10 raised to 23 ബോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാഗിനെ പറയാം, അല്ലെങ്കിൽ ആ 1 mole ബാഗാണ്. അതിൽ അത്രയും എന്തുണ്ട്? 6. അപ്പൊ ഒരു ഡസൻ ബാങ്കിലുള്ള 12 ബാങ്കിലുള്ള നമ്മൾ എന്ത് പറയാം? ഒരു ഡസൻ ബാങ്കിൽ. അതുപോലെ അതിനെന്ത് പറയും? അതായത് 1 മോൾ ബോൾസ് ഉണ്ട് അതിൽ. 1 മോൾ ബോൾസ്. ഇപ്പൊ 1 മോൾ ബോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 6. ഇത് ചെറിയ ആളൊന്നും അല്ല കേട്ടോ. ഇതിൽ എത്ര സീറോസ് ഉണ്ട്? 23 സീറോസ് ഉണ്ട്. വെരി ബിഗ് നമ്പർ. അപ്പൊ നമുക്കിത് പോയിട്ട് കടയിൽ പോയിട്ട് ഇത്രയും ബോൾസ് തരുമെന്നൊന്നും ചോദിക്കാൻ അത്രയും വലിയ ബാഗ് നമ്മുടെ കയ്യിലാണ്. അത്രയും നമ്പേഴ്സ് ഉണ്ട്. അത്രയും ബാഗ്സ് അത്രയും ബോൾ എന്നെ ഒരു ഷോപ്പിൽ കാണണമെന്നില്ല. അപ്പൊ ഈ ഒരു നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആറ്റംസിനെ അല്ലെങ്കിൽ അത്രയും സ്മോൾ ആയിട്ടുള്ള എലിമെന്റൽ പാർട്ടിക്കിൾസിന്റെ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. 1 mole is equal to Avogadro number of particles. So mole is a unit to express the number of tiny particles. ടൈനി പാർട്ടിക്കിൾസിന്റെ നമ്പർ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ഒരു മോൾ, അതായത് 1 mole is equivalent to 6.022 into 10 raised to 23 atoms or particles. അതാണ് അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഇത് നല്ലോണം തറവാക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള തിയറി നമുക്ക് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നത്? നിങ്ങളോട് 1 mole ഓഫ് സോഡിയം അല്ലെങ്കിൽ 1 mole ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരണം അതിൽ 6.022 into 10 raised to 23 ഗോൾഡ് ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ 6.022 into 10 raised to 23 സോഡിയം ആറ്റംസ് ഉണ്ട്. 1 mole ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അപ്പ വേണം അതിൽ 6.022 into 10 raised to 23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഇനി 1 mole ഓഫ് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 into 10 raised to 23 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഉണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതിനി നമ്മൾ കുറച്ച് നമ്മുടെ പഴയ പഠിച്ച കാര്യങ്ങളിലേക്ക് നോക്കാം. നമ്മൾ ഗ്രാം ആറ്റോമിക് മാസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. 1 GAM ഈസ് ഈക്വൽ ടു 1 GAM എന്ന് പറഞ്ഞാൽ ഗ്രാം ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. ഇറ്റ് കണ്ടെയ്ൻ 6.022 അതായത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്ന് GMM പഠിച്ചപ്പോഴും പറഞ്ഞു 1 GM അതായത് 1 ഗ്രാം മോളിക്കുലാർ മാസിൽ
എപ്പോഴും അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും എന്നും പറഞ്ഞു. എന്ത് പറഞ്ഞു? 1 gram atomic mass എന്ന് പറഞ്ഞാൽ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടാവും. 1 GM അതായത് ഗ്രാം മോളിക്കുലാർ മാസിൽ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് എനി കോമ്പൗണ്ട് അല്ലെങ്കിൽ എനി മോളിക്യൂൾ ഇറ്റ് വിൽ കണ്ടെയ്ൻ 6. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഡെപ്തിൽ വേണം. അതായത് 1 GAM എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് എനി സബ്സ്റ്റൻസ്, എനി എലിമെന്റ് ആയിക്കോട്ടെ, അത് ഹൈഡ്രോജൻ ആയിക്കോട്ടെ, നൈട്രോജൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിൽ എന്തുണ്ടാവും? 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടാവും. 1 GMM എന്ന് പറഞ്ഞാൽ 6.022 into 10 raised to 23 മോളിക്യൂൾസ് ഉണ്ടാവും. എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇപ്പൊ 1 GAM ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ആറ്റം ആണ്. GAM ഗ്രാം. ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. 6.022 into 10 raised to 23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. എന്താണ്? 1 gram ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജനിൽ ഇത്രയും ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് പറയും? 1 mole. സോ 1 GAM ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു 1 mole ഓഫ് ഹൈഡ്രജൻ അല്ലേ? ഒരു GAM ഓഫ് ഹൈഡ്രജൻ എന്താണ്? 1 mole ഹൈഡ്രജൻ ആണ്. അത്രയും പാർട്ടിക്കിൾസിലാണ് നമുക്ക് പറഞ്ഞൂടെ 1. അപ്പം ഒരു GAM ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 mole ഹൈഡ്രജൻ ആണ്. ഇനി 1 GAM ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട്? 6.022 into 10 raised to 23 കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട്. ശ്രദ്ധിച്ചേക്കണം. ഇറ്റ് ഇസ് GMM. ആറ്റോമിക് അല്ല, മോളിക്യൂൾ ആകുമ്പോൾ GMM, ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ. അതായത് 1 GMM എപ്പോഴും ഒരു GMM അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഈ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതാണ് എന്താണ്? മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 GMM വിൽ ബി ഈസ് ഈക്വൽ ടു 1 മോൾ ആണ്. അപ്പോൾ 1 GM ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1 മോൾ ഹൈഡ്രജൻ ആറ്റം ആണ്. 1 GMM ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 into 10 raised to 23 carbon monoxide molecule. That is equal to 1 mole of carbon monoxide. അപ്പോൾ 1 mole carbon monoxide എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അപ്പം വരണം 1 mole of carbon monoxide. അതിൽ 6. ഇനി അതിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് മോളിക്കുലാർ മാസ് പോലെ ഒരു ഫോർമുല മാസ് ആണ്. അതിൽ പറയാനുള്ള ആ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സെഷൻ കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോർമുല മാസ് കേട്ടോ. അപ്പം എന്താണ് ഈ ഫോർമുല മാസ്? അപ്പം നിങ്ങളിപ്പോൾ ഈ മോളിക്കുലാർ മാസിൽ കണ്ടപ്പോൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊരു മോളിക്യൂളാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് കാണാൻ എളുപ്പമാണ്. കാരണം ഈ കാർബണിൻ്റെ ആറ്റോമിക് മാസും ഓക്സിജൻ്റെ ആറ്റോമിക് മാസും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? മോളിക്കുലാർ മാസ് കാണുക. അപ്പോൾ ഇത് ആർക്കായി ഫോർമുല മാസ് എന്നുള്ളത്? കുറേ അയോണിക് സോളിഡ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം അയോണിക് സോളിഡ്സ് ആയ സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, ഇങ്ങനെ കുറേ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ദ കോമ്പൗണ്ട്സ് ഫോം ബൈ ദി അയോണിക് ബോണ്ട്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചുതരാം സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ. കാണുന്നുണ്ടോ? ഈ സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ക്രിസ്റ്റൽ. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവിലും ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അവരെ അറേഞ്ച്മെൻറ്റ് ഈ ക്രിസ്റ്റലിൽ നമ്മളൊരു കാണുന്ന മോളിക്യൂൾ പോലെയല്ല. അതായത് ഒരു പ്ലസിൻ്റെ ചുറ്റും, അതായത് Na+ൻ്റെ ചുറ്റും 6Cl-, വീണ്ടും അങ്ങനെ ഒരു ചെയിൻ ഓഫ് അയോൺസ് ആണ് ഇതിലുണ്ടാവുക. അപ്പം നമുക്ക് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മോളിക്കുലാർ ഫോർമുല എടുത്ത് പറയാന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെ സോളിഡ് ക്രിസ്റ്റൽസിൽ. സോളിഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് +2 പഠിക്കുന്നുണ്ട്. അപ്പം ഇതേപോലെയുള്ള അയണിക് ആയിട്ടുള്ള സോളിഡ് ക്രിസ്റ്റൽസിൽ നമുക്ക് ഇത്ര കാർബൺ അല്ല ഇത്ര ഓക്സിജൻ എന്ന് പറയുന്ന പോലെ വി കാൻ സേ ദാറ്റ് പറയാൻ പറ്റും Na ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് എ 3-dimensional ലാർജ് അറേഞ്ച്മെൻറ്റ്. അങ്ങനെയുള്ള അയോണിക് കോമ്പൗണ്ട്സിൽ നമ്മൾ അവരെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഫോർമുല നമുക്കറിയാം Na-യും Cl-ഉമാണ്. ഇത് ശരിക്കും NaCl എന്നൊക്കെ പറയുന്നത് ഒരു റേഷ്യോ ആണ് കാണിക്കുന്നത്. അതായത് Na-യും Cl-ൻ്റെയും എമൗണ്ട് ഈക്വൽ ആണെന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ക്രിസ്റ്റൽസിൽ നമ്മൾ മോളിക്കുലാർ ഫോർമുല അല്ല നമ്മൾ നോക്കുക, അവരുടെ ഫോർമുലയുടെ മാസാണ് നോക്കുക. അപ്പോൾ NaCl ആണെങ്കിൽ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോർമുല NaCl. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് യൂണിറ്റും ക്ലോറിൻ്റെ ആറ്റോമിക് മാസ് യൂണിറ്റും കൂടെ ആഡ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മൾ എന്ത്
സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ്, അത് അവരുടെ എന്തെല്ലാം മോളിക്യുലാർസ് അല്ലല്ലോ, ദി ആർ അയോണിക് കോമ്പൗണ്ട്, ദി ആർ നോട്ട് ഫോം ബൈ എനി കോവലന്റ് ബോണ്ടിങ് ഒന്നുമില്ല, ദി ആർ ഫോം ബൈ അയോണിക്. സോ ഇങ്ങനെയുള്ള അയോണിക് കോമ്പൗണ്ട്സിന് നമ്മൾ എന്താ കണ്ടുപിടിക്കുക, ഇവരെ ഫോർമുല മാസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് യൂണിറ്റും ക്ലോറിന്റെ ആറ്റോമിക് മാസ് യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്ത് വി വിൽ ബി ഗെറ്റിംഗ് ദി ആറ്റോമിക് മാസ് യൂണിറ്റ് ഓർ ദ ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇത് മനസ്സിലായി എന്താ ഫോർമുല മാസ് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം എന്താണ് മോളിക്യുലാർ മാസ്, എന്താണ് മോള്, അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ എന്താ മോളാർ മാസ്? ദ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, മോളാർ മാസ്. അതായത് 1 mole ഓഫ് എ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ മാസ്. വാട്ട് ഈസ് മെൻ ബൈ മോളാർ മാസ്? ദ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് നോൺ ആസ് മോളാർ മാസ് എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മോൾ കോൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാം എന്താണ് മോള്. അപ്പോൾ എന്താണ് ഒരു മോളിൻ്റെ, അതായത് മോളാർ മാസ് എന്ന്, ദ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് നോൺ ആസ് മോളാർ മാസ്. അപ്പോൾ ഈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ന്യൂമറിക്കലി നമ്മുടെ ഒരു മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യുലാർ മാസ്, അതായത് മോളിക്യുലാർ മാസ് ഇൻ ഗ്രാം ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂടെ തന്നെയാണ് ഈ മോളാർ മാസും ന്യൂമറിക്കലി ഈക്വൽ. അതായത് ഇപ്പോൾ മോളിക്യുലാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18.02 gram mole ഇൻവേഴ്സ് 02 grams ആണെങ്കിൽ ദ മോളാർ മാസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ വാട്ടറിൻ്റെ സെയിം മാസ് തന്നെയാണ്. കാരണം അവരുടെ ന്യൂമറിക്കലി അവർ ഈക്വൽ ആണ്. പക്ഷേ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നാം മോളിക്യൂൾസിൻ്റെ മാസ് നമ്മൾ കാണുകയാണ്, ഇതെന്താണ് 1 mole ഓഫ് മോളിക്യൂളിൻ്റെ മാസ് ആണെന്നാണ് നമ്മൾ ഈ മോളാർ മാസ് പറയുന്നത്. ന്യൂമറിക്കലി നമുക്ക് കാണാം ബോത്ത് ആർ ഈക്വൽ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻസിലിടും. എന്നാൽ എനിക്ക് ഇനി മോൾ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തതെന്ന് വിചാരിച്ചാൽ എനിക്ക് ആ നെക്സ്റ്റ് ക്ലാസ് പറഞ്ഞിട്ട് വി വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കൂ, മനസ്സിലാവാത്ത കാര്യമൊക്കെ കമൻസിലിട്ടോളൂ. പിന്നെ ഡൗട്ട്സും പിന്നെ എന്താണ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി കുറച്ച് ടോപ്പിക്കും കൂടിയൊക്കെ എടുക്കാനുള്ളൂ. അത്യാവശ്യം സ്പീഡിൽ തന്നെ പോവണം എനിക്കറിയാം, പക്ഷേ എത്തുന്നില്ല. നിങ്ങൾക്കും കൂടെ ബോർ അടിക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്തത് വീഡിയോ. അപ്പോൾ ഒരു 2 ക്ലാസ് കൊണ്ട് നമ്മൾ തീർക്കാൻ നോക്കും ഈ ലെസൺ, എന്നിട്ട് വേണം നമുക്ക് എക്സാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായിരുന്നു പഠിക്കുക, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.